നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന പലരുടെ ഒരു സംശയമാണ്. യൂട്യൂബിൽ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണോ, ആൾട്ടർനേറ്റീവ് വീഡിയോ അപ്ലോഡ് ചെയ്യണോ, അതോ ആഴ്ചയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതിയോ? എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്താലായിരിക്കും കൂടുതൽ നമുക്ക് യൂട്യൂബിൽ വ്യൂവും വാച്ച് അവറും സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുക എന്നുള്ളൊരു സംശയം മിക്ക ആളുകൾക്കും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണവും ദോഷവും എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളൊരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്, അവസാനം വരെ കാണുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിൽ നമ്മൾ കൂടുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ദോഷങ്ങളാണുള്ളതെന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചാനൽ അപ്ലോഡ് ചെയ്യാനുള്ള മൾട്ടിപ്പിൾ ഒരുപാട് കണ്ടന്റുകളൊന്നും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കാണത്തില്ല. ചിലപ്പോൾ നമ്മളൊരു 10-15 വീഡിയോയ്ക്കുള്ള കണ്ടന്റുകളെ നമ്മുടെ കയ്യിൽ കാണത്തുള്ളൂ, അതിനുള്ള ഐഡിയാസേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ ആണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നവുമില്ല, വളരെ ഈസി ആയിട്ട് ഈ 15 ഐഡിയാസ് വെച്ചിട്ട് നമുക്കൊരു 15 വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഒരു 3-4 മാസം നമ്മുടെ ചാനൽ അങ്ങനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ ഡെയിലി ഒരു വീഡിയോ വെച്ചാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി ഒരു 2 ആഴ്ചക്കുള്ളിൽ തീരും. അതായത് 15 വീഡിയോ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ഐഡിയാസ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ 15 ദിവസം കഴിയുമ്പോൾ പരിപാടി കഴിയും. നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോകൾ കണ്ടന്റ് ഇല്ലാത്തൊരു സാഹചര്യം നമുക്കുണ്ടാവും. അപ്പോൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം ഇതാണ്, നമ്മുടെ കയ്യിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരിക്കണം, ഒരുപാട് കണ്ടന്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വീഡിയോകൾ ഉണ്ടാക്കാനും അത് ഈസി ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. രണ്ടാമതായിട്ട് ഒരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്ത് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നെങ്കിലും പഠിക്കുകയോ ജോലി ചെയ്യുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കുമല്ലോ യൂട്യൂബിലേക്ക് വരുന്നത്. അപ്പോൾ അതും പഠിത്തവും അല്ലെങ്കിൽ ജോലിയും യൂട്യൂബും കൂടെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വരും. കാരണം ഡെയിലി നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ആകെപ്പാടെ ഡിസ്റ്റർബ്ഡ് ആവും, നല്ലൊരു പ്രഷർ ഉണ്ടാവുകയും പിന്നീട് നമുക്ക് യൂട്യൂബ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയും ചെയ്യും. ഡെയിലി വീഡിയോസ് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നമാണത്. എന്നാൽ ഇവിടെ നിങ്ങൾ അൾട്ടർനേറ്റ് ഡേയോ അല്ലെങ്കിൽ 2 ദിവസവും 3 ദിവസവും ഒക്കെ കൂടുമ്പോഴാണ് വീഡിയോകൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചിലപ്പം നിങ്ങളുടെ ജോലിയും പഠിത്തവും യൂട്യൂബും ഒക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും. മൂന്നാമതായിട്ട് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യും, പക്ഷേ ആ വീഡിയോയുടെ ക്വാളിറ്റിയിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. അതായത് നമുക്ക് എന്നും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വീഡിയോകൾ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. നമ്മുടെ ക്രിയേറ്റിവിറ്റി അവിടെ ഉണ്ടായിരിക്കത്തില്ല, ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളോട് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാവും. പിന്നെ മറ്റൊരു പ്രശ്നം കൂടെ വരുന്നത്, നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് കണ്ടന്റുകൾ വരും. ഈ കണ്ടന്റ് ഇങ്ങനെ കൂടുമ്പോൾ നമ്മൾ ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾക്കുള്ള ഓഡിയൻസ്, ഇപ്പൊ നിങ്ങളൊരു പഴയ ചാനലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ക്രിയേറ്റീവായിട്ട് ഒന്നും ചെയ്യുന്നില്ല, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കുറെ വീഡിയോകൾ ഇങ്ങനെ ഓരോ ദിവസവും വീഡിയോ തയ്ക്കണം, അതിനുവേണ്ടി നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഓഡിയൻസ് അങ്ങ് ബോറാവും. അവർ പിന്നെ നമ്മുടെ വീഡിയോകൾ കാണാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യുകയും നമുക്ക് ഓഡിയൻസ് നമ്മുടെ വീഡിയോ കാണാതാകുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഡൗൺ ആകുകയും നമ്മുടെ ചാനലിലേക്ക് വ്യൂവും സബ്സ്ക്രൈബേഴ്സും ഒന്നും വരാത്ത സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. എന്നാൽ ഇനി ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഗുണങ്ങളും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഡെയിലി നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നു, കുറേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു, വ്യൂ കൂടുന്നു, വാച്ച് അവർ കൂടുന്നു, മോണിറ്റൈസേഷൻ കിട്ടുന്നു. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഉള്ള കുറെ പ്രയോജനം ഉണ്ട്. അതെന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം, ചിലപ്പോൾ നമ്മളൊരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു ക്രിയേറ്റർ ആകാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും വലിയ പിടി ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ നമ്മൾ കുറെ വീഡിയോകൾ ഇങ്ങനെ ഡെയിലി ചെയ്തു വരുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും, കുറെ അറിവുകൾ കിട്ടും. വീഡിയോകൾ എഡിറ്റ് ചെയ്യാൻ, ലൈറ്റിംഗ് സെറ്റപ്പ് എങ്ങനെ ചെയ്യണം, ഡബ് ചെയ്യാനും, വോയിസ് ഓവർ കൊടുക്കാനും, ക്യാമറ ആംഗിൾസ് സെറ്റ് ചെയ്യാനും, ക്യാമറ ഫേസ് ചെയ്യാനുള്ള പേടി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മാറി കിട്ടുകയും കുറെ കാര്യങ്ങൾ നമുക്ക് വീഡിയോകൾ ഇടുമ്പോൾ പഠിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഡേ ബൈ ഡേ നമ്മൾ ഇംപ്രൂവ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട്, കൂടുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പുതിയ ചാനലാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് നിങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ ചാനലിന് യൂട്യൂബിന്റെ സൈഡിൽ നിന്നുള്ള ഒരു ബൂസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ മാസത്തിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോകൾ ബ്രൗസ് ഫീച്ചറിലേക്ക് പോകാനും അതേപോലെ തന്നെ റെക്കമെൻഡേഷൻ കിട്ടാനും ഒക്കെയുള്ള സാധ്യത വളരെ കുറഞ്ഞു വരും. എന്നാൽ നിങ്ങൾ ഡെയിലി വീഡിയോകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അൾട്ടർനേറ്റ് ഡേ വീഡിയോകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോകൾ ബ്രൗസ് ഫീച്ചറിലേക്ക് പോകാനും നിങ്ങളുടെ വീഡിയോ കണ്ട ഒരാൾക്ക് വീണ്ടും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ അവരുടെ ബ്രൗസ് ഫീച്ചറിലേക്ക് ചെല്ലുകയും അവരത് വാച്ച് ചെയ്യുകയും അങ്ങനെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് ഈ ഡെയിലി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ. അതിനോടൊപ്പം തന്നെ നിങ്ങൾ മാസത്തിൽ ഒരു 4 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വിചാരിക്കുക. ഈ വീഡിയോയ്ക്കൊക്കെ ഒരു 200, 300, 500 വ്യൂ ഒക്കെ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ 4 വീഡിയോയിൽ നിന്ന് മാക്സിമം കിട്ടാവുന്ന ഒരു വാച്ച് അവർ ഉണ്ട്. എന്നാൽ നിങ്ങൾ അതേ സ്ഥാനത്ത് ഡെയിലി ഓരോ വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാസം ചിലപ്പോൾ 30, 60 വീഡിയോ ആയിട്ട് അത് മാറും. അപ്പൊ ഈ സാധാരണ നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാച്ച് അവറിന്റെ 4 ഇരട്ടി അല്ലെങ്കിൽ 5 ഇരട്ടി വാച്ച് അവർ പെട്ടെന്ന് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇങ്ങനെ നമ്മൾ ഡെയിലി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം മൾട്ടിപ്പിൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഏതെങ്കിലും വീഡിയോകൾ യൂട്യൂബ് വൈറലാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം മാസത്തിൽ 4 വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലാകുക എന്ന് പറയുന്നത് അത് വളരെ ചാൻസ് കുറവുള്ള ഒരു കാര്യമാണ്. എന്നാൽ മാസത്തിൽ ഒരു 30 വീഡിയോ ഇടുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം വൈറലാകുക എന്ന് പറയുന്നത് അതിന് വളരെ സാധ്യതയുള്ള ഒരു കാര്യവുമാണ്. അപ്പോൾ ഈ കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വീഡിയോകൾ അപ്ലോഡ്
അപ്ലോഡ് ചെയ്യുക. ഇപ്പൊ ലോങ് വീഡിയോസ് മാത്രം ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾ ഷോർട്ട് വീഡിയോസും ചെയ്തു കഴിഞ്ഞാലും ഇതേ പ്രയോജനം തന്നെയാണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഒരുപാട് ഷോർട്ട് ചാനലുകൾ പെട്ടെന്ന് യൂട്യൂബിലേക്ക് വന്ന് പെട്ടെന്ന് ഗ്രോ ചെയ്ത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സുമായിട്ടൊക്കെ പോകുന്നുണ്ട്. അവരൊക്കെ ഡെയിലി 2-3 വീഡിയോകളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടവരാണ്. ഇപ്പം ഒരു സ്റ്റേബിൾ ആയതിനു ശേഷം കുറെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഒക്കെ ആയി സ്റ്റേബിൾ ആയതിനു ശേഷം അവർ ഡെയിലി ഒരു വീഡിയോ അല്ലെങ്കിൽ അൾട്ടർനേറ്റ് ഡേ ഒരു വീഡിയോ അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ തുടക്കം ഈ പറയുന്ന ചാനലുകളിലൊക്കെ തുടക്കത്തിൽ അവർ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് ഡെയിലി 1-2 വീഡിയോകളൊക്കെ ഷോർട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത ചാനലുകൾ സ്റ്റേബിൾ ആയതിനു ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ അൾട്ടർനേറ്റ് ഡേ ഒരു വീഡിയോ അങ്ങനെയൊക്കെ ആക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഒരു ചാനൽ ഇപ്പൊ നല്ല സ്റ്റേബിൾ ആയിട്ട് ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ആയിട്ടുള്ള ഒരു ചാനലിനെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ പൊസിഷൻ അല്ല നോക്കേണ്ടത്, അവർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കണം. അതിനുശേഷം അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ അവർ ഇപ്പം ചെയ്യുന്നതിനെ ഫോളോ ചെയ്യാതെ അവരുടെ സ്റ്റാർട്ടിങ്ങിൽ അവർ എത്ര സ്ട്രഗിൾ ചെയ്തു, എങ്ങനെയാണ് അവർ വീഡിയോയുടെ പാറ്റേൺ ചെയ്തിരുന്നത്, ഏത് രീതിയിലാണ് അവർ ഗ്രോ ചെയ്തത്, ഇതാണ് മനസ്സിലാക്കേണ്ടത്. പലരും ഓരോ ചാനലുകളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് നോക്കി അതിനെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് അവർ ഗ്രോ ചെയ്ത് ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് വന്നതിന് ശേഷം അവർ വളരെ ഈസി ആയിട്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പൊ ആ ഒരു സാഹചര്യം നോക്കി നമ്മൾ വീഡിയോ തുടങ്ങുന്ന സമയത്ത്, നമ്മുടെ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചാനൽ ആ ലെവലിലോട്ട് എത്തിയില്ല എന്ന് വരും. അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ ബേസ് ലെവലിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വേണം മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഗുണവും ദോഷവും ഒക്കെ മനസ്സിലായല്ലോ. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഡെയിലി നിങ്ങൾക്ക് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു ആഴ്ചയിൽ ഒരു 3 വീഡിയോ എങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ അൾട്ടർനേറ്റ് ഡേ വീഡിയോകൾ ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക. ഡെയിലി പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഷോർട്ട് വീഡിയോസ് ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 10-50 ഷോർട്ട് വീഡിയോസ് നിങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്യുക. അതല്ല ഇനി മൾട്ടിപ്പിൾ വീഡിയോസ് ഒരു ദിവസം അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. 2 വീഡിയോ 3 വീഡിയോ ഒക്കെ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുക. അപ്പൊ അതിൽ നിങ്ങളുടെ ചാനൽ ഏതെങ്കിലും ഒരു വീഡിയോ യൂട്യൂബ് ട്രിഗർ ചെയ്യുകയും അത് വൈറലാകാനുള്ള സാധ്യത വരികയും ചെയ്യും. അങ്ങനെ ഒരു ബൂസ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ഇടുന്ന വീഡിയോകളും കൂടുതൽ റീച്ചിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ ആഴ്ചയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളും മറക്കാതെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നടത്തിയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.